Ladies and gentlemen, as we reach this special occasion, we'd like to start with the traditional ceremony that symbolizes the illumination of knowledge and wisdom. Before we invite all our dignitaries to participate in the lighting of the Kutubalakar, a sacred tradition that embodies the spirit of enlightenment and progress.
കേരളത്തിന് പുറത്ത് വേറൊരു ജില്ലയിൽ ഒരു കോളേജ് പരിപാടിക്ക് വരുന്നത്. ഇതിൽ എത്ര പേര് മലയാളികളുണ്ട്? എത്ര പേര് തമിഴ്നാട്ടിൽ നിന്നുണ്ട്? കേരളത്തിനേക്കാളും ആവേശം തമിഴ്നാട്ടിലാണല്ലോ. പക്ഷെ എത്ര പേര് തമിഴ്നാട്ടിലുണ്ട് കേരളത്തിലുണ്ടെന്ന് ചോദിച്ചപ്പോൾ രണ്ടും കൈബന്ധിച്ച കുറച്ച് പെൺകുട്ടികളുണ്ട് ഞാൻ കണ്ടു. അതെന്താ ഇതുവരെ ഏതാ എന്നപ്പാ ഞാൻ പഠിച്ചത് വളർന്നതെല്ലാം ചെന്നൈ. படிக்கல, வளர்ந்தது மட்டும்தான் சென்னை. என்னப்பா தமிழ்ல குட்டி கதையா? பாட்டா? பாடலாமே. ஃபர்ஸ்ட் பேசி முடிச்சிட்டோம். சரியா? என்ன மலையாளத்துல பேசவா தமிழ்ல பேசவா இதெல்லாம் பேசுறோம்? നിങ്ങൾ തീരുമാനാക്ക്, തമിഴ് വേണോ മലയാളം വേണോ? ഒന്നും அப்படி ഇംഗ്ലീഷിൽ അതാ കുറച്ച് മലയാളത്തിൽ സംസാരിച്ചിട്ട് പിന്നെ തമിഴിൽ സംസാരിക്കും. ആദ്യമായിട്ടാണ് ഇത്രയും ദൈർഘ്യമേറിയ ഒരു വെൽക്കം ഡാൻസ് കാണുന്നത്. കുറച്ചേരം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ വെൽക്കം ഡാൻസോടുകൂടി പരിപാടി കഴിഞ്ഞുകൊണ്ട് എല്ലാവരും ചായ പിടിച്ചിട്ട് പോകാൻ പറഞ്ഞു. കാരണം ഇത്രയും വലിയൊരു വെൽക്കം ഡാൻസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ നന്നായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഭയങ്കര സൗണ്ടായിരുന്നു അവിടെ ഫ്രണ്ടിലിരിക്കുന്ന. ചെവി അടിച്ചു പോയില്ല ആൻറ്റി. കുറച്ചു നേരം കൂടെ സഹിച്ചിരുന്ന ആ വഴി അങ്ങ് പോയേനെ. എന്തായാലും ഞാൻ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ വരുന്നത് എൻ്റെ ഒരു റിവെഞ്ചിന്റെ ഭാഗമായിട്ട് കൂടെ കണക്കാക്കുന്നു. കാരണം ഞാനൊരു എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ടാണ്. ഇതെന്താ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുന്നവരാണോ കൂടുതലും? എടാ കൊറേ അവസാനം എൻ്റെ അച്ഛൻ ചോദിച്ച പോലെ നീ പഠിപ്പിക്കാൻ ചെലവാക്കിന്റെ കാശൊക്കെ അച്ഛന്മാർ തിരിച്ചു ചോദിക്കും. ഉറപ്പായി തിരിച്ചു ചോദിക്കും, പഠിച്ചോടാ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം എഞ്ചിനീയറിംഗിന് ചേരുന്നത് തിരുവനന്തപുരത്ത് നെടുമങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തെ മോഹൻദാസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഓ, നീ എവിടെയായിരുന്നു? മോഹൻദാസ് ഏതാ? ആണോ? അവിടെ ആയിരുന്നോ? അവിടെ ഇത്രയും കാലമായിട്ട് നീ പഠിച്ചിട്ട് തീർന്നില്ലേ? ആണോ? അടിപൊളി. അവിടെ ഞാൻ ഏകദേശം ഒരു വർഷത്തോളം പഠിച്ചുള്ളൂ. കുറെ കാരണങ്ങൾ കൊണ്ട് പഠനം. ആര്? നീ രണ്ടുമല്ല, ഞാൻ ഒരു മാസേ പോയുള്ളൂ. നീ എന്റെ സീനിയർ ആണപ്പോ അല്ലേ? കാരണം ഒരു പ്രായം എത്തുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം, എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊരു ഇതുണ്ടാവും. ഇപ്പോഴും എനിക്കതുണ്ട്. പക്ഷെ അന്നത് അലമ്പലടാ, മതി, നീ നിർത്ത്. തമിഴ് പയ്യ പസങ്ങൾ വെള്ളം വിട്ടു പോടാ, ரொம்ப ഇത് പണ്ടാണ്ടാ ഇവൻ. എടാ മലയാളികളെ ചീത്തപ്പേരാക്കില്ല തമിഴന്മാരുടെ ഉണ്ടായി. അപ്പോ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ ഒരു താല്പര്യമില്ലാതെ
എന്ത് ചെയ്യണം എന്നറിയാതെ അച്ഛനമ്മമാരുടെ നിർബന്ധത്തിന് വഴങ്ങി എഞ്ചിനീയറിംഗ് എടുത്ത് എത്ര പേരുണ്ട് ഇവിടെ എന്നെ പോലെ? അതും നിങ്ങളത്. അതിനും ആൾക്കാരുണ്ടല്ലോ. മെറിറ്റിൽ വന്ന എത്ര പേരുണ്ട് ഇവിടെ? ആരുമില്ലേ? മെറിറ്റ് ഇല്ലേ? എന്നാ നിങ്ങളെ മെറിറ്റ് ഇല്ല? ഇല്ല. എന്നാ എപ്പി പഠിക്കാൻ അപ്പി വന്നേ? അയ്യോ, അപ്പൊ എല്ലാരും എന്നെ മാതിരിയാ? അടിപൊളി. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പ്രായം കഴിയുന്ന സമയത്ത് നമ്മളിപ്പോ, എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഈ തിരുവനന്തപുരം ചെന്നൈയിൽ +2 വരെ പഠിച്ചു. +2 കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്ത് 1 വർഷം കഴിഞ്ഞു എൻ്റെ മോഹൻദാസ് കോളേജിൽ ചേർന്നു. 1 മാസം പോയി നിർത്തി. അവിടെ ഒരുപാട് രസങ്ങളുണ്ടായിരുന്നു എന്നെ വെച്ചിട്ടുള്ള. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് VIT എന്ന് പറയുന്ന വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അതെന്നാ വെല്ലൂരിൽ എന്താ? വെല്ലൂരാ? அங்கே அட்மிஷன் கிடைக்கலையோ? நேரம் எங்கே வந்துட்டேன்? ഓക്കെ. അപ്പൊ അവിടെ ഏകദേശം 3.5 വർഷം, 4 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അവിടെയും പഠനം ആസ് യൂഷ്വൽ പൂർത്തിയാക്കിയില്ല. അപ്പൊ അവിടെയുള്ള ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ ഇപ്പോഴത്തെ ചാൻസലർ അല്ലെങ്കിൽ വൈസ് ചാൻസലറായ ടെസി മാമിന്റെ മകൻ എൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് അവിടെ നിന്ന് തുടങ്ങാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തേജസിന്റെ അടുത്ത സുഹൃത്തും, ആ സമയത്ത് ഞങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ ഷട്ടിൽ കളിയും പരിപാടികളും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ വേറെ കളിയൊന്നുമില്ല. ഇല്ല, അവൻ മദ്യപിക്കില്ല. നല്ല സത്യമായിട്ട് നല്ല കുട്ടിയാടാ, നല്ല ജോലിയിൽ ഇരിക്കുന്ന കുട്ടിയാ. എന്നെ പോലൊന്നുമല്ല. അതാ ഞാൻ പറഞ്ഞു വരുന്നേ, കഥ കേക്ക്. അപ്പൊ നമ്മളെപ്പോഴും നമ്മളെ ഒരു പ്രായത്തില്, ഇപ്പൊ നിന്റെ കൂടെ നിൽക്കുന്നവനൊക്കെ ഇല്ലേ, ബാക്കിൽ നിന്ന് നിന്റെ കൂടെ പോകുന്നവനൊക്കെ എല്ലാരും പോവും. കാരണം ഇതുപോലെ എന്റെ കളിക്കൂട്ടുകാരനായിരുന്ന തേജസ്, ഞാൻ 3 വർഷം തേജസിനെ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞങ്ങൾ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഷട്ടിൽ കളിക്കാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഞങ്ങള് ബാക്കി പരിപാടികൾക്കൊന്നും നമുക്ക് വരാറില്ലായിരുന്നു. എന്നാൽ പോലും കൃത്യസമയമാകുമ്പോൾ, ഒരു 3-3.5 വർഷമാകുമ്പോൾ നമ്മുടെ കൂടെ കിടന്ന് അലമ്പിയിരുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, ഒറ്റയൊരടിക്കൊക്കെ കാണാതാവും. അതിപ്പോ ഉള്ള ഫസ്റ്റ് ഇയറുകാർക്കും സെക്കൻഡ് ഇയറുകാർക്കും മനസ്സിലാവില്ല. എനിക്ക് തോന്നുന്നു ഒരു 3rd ഇയർ 4th ഇയർ എത്തുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. അതിന്റെ പേരാണ് ചതി. 3.5 വർഷം നമ്മുടെ കൂടെ നിന്ന് നമ്മൾ വിശ്വസിക്കും, നമ്മളെപ്പോലെ ഇവരുണ്ടല്ലോ തോറ്റു കിടക്കുന്ന, നമുക്ക് ഒരാളുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഇവര് നമ്മളെ ചതിക്കും. സത്യല്ലേ? സത്യം. അങ്ങനെ ഒരു ചതിയനാണ് അൺഫോർച്ചുനേറ്റ്ലി. കാരണം എല്ലാത്തിനും അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു കാലം വരെ. പിന്നെ അവനെ കാണാനാതായി. ഇന്ന് വന്നപ്പോഴാണ് അവനൊരു വലിയ ജോലിയിൽ, KPMG എന്ന് പറഞ്ഞൊരു ജോലിയിൽ വർക്ക് ചെയ്യുന്നു. എന്തായാലും ഇപ്പൊ എന്റെ റിവെഞ്ചിന്റെ ഒരു അർത്ഥം മനസ്സിലായല്ലോ. ഒരുപാട് സന്തോഷം. ഞാൻ പല കോളേജുകളിലും പോകുന്ന സമയത്തൊക്കെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, എന്തിനാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് പഠിക്കണ്ടേ? നീ നാറ്റിക്കല്ലേ ഈ പിള്ളേര്, നമ്മൾ മലയാളികളുടെ വില കളയല്ലേ നീ? പഠിക്കുന്നത് ഒറ്റ കാര്യത്തിനേ ഉള്ളൂ. ഞാൻ ചോദിച്ച സ്ഥലത്തൊക്കെ എന്നോട് ഉത്തരം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനു പഠിക്കുന്നു? ഒരു ജോലി കിട്ടാൻ. ജോലി കിട്ടിക്കേണ്ട എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ മിക്ക കോളേജിലും എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ കല്യാണം കഴിക്കണം എന്നാണ്. അതാണ് ഈ കാണുന്ന സ്റ്റേജ്, ഈ കാണുന്ന മൈക്ക് മുതൽ, ഈ സ്പീക്കർ മുതൽ, നമ്മൾ ഇട്ടിരിക്കുന്ന തുണി, മണി, ഈ ഒരു പ്രായം വരെ നമുക്ക് എല്ലാം വീട്ടിൽ നിന്ന് കിട്ടും. അച്ഛനും അമ്മയും തരും, ഒക്കെ വരും. ഒന്നും അറിയണ്ട. ഒരു പ്രായം കഴിഞ്ഞ് ഇതൊന്നും വരൂല, ഇതൊന്നും തരൂല. അപ്പോ നമുക്ക് എന്തെങ്കിലും തരണം, ആരും കൊണ്ടൊന്നും തരൂല. ഇതൊക്കെ വേണമെങ്കിൽ അടിസ്ഥാനപരമായി നമുക്ക് ജീവിക്കാൻ പണം വേണം. ഈ
ഉറപ്പില്ലടാ. എന്തെങ്കിലും തെറ്റിപ്പോണം തിരുത്തണം കേട്ടോ. നിങ്ങളിലാണ് എന്റെ വിശ്വാസം. അത്തരത്തില് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഒരു കാലയളവിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുകളും നമ്മൾ അച്ഛനമ്മമാരെ അറിയിക്കില്ല. നമ്മൾ വളർന്നു വരും. പിന്നെ ഇതേ അച്ഛനമ്മമാർ നമ്മളൊക്കെ വേണ്ടി ഇപ്പൊ ചെലവാക്കിയ പഠനത്തിന് വേണ്ടിയൊക്കെ ചെലവാക്കിയ കാശടക്കം തിരിച്ചു ചോദിക്കും. എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോ ഏതാ എന്തൊക്കെ നിങ്ങളെ ഞാൻ വേറെ വഴി കാണാം. അപ്പൊ ഞാൻ പറയണതെന്ന് വെച്ചാൽ ഈ കാലയളവിലുള്ള നിങ്ങളുടെ ഈ പറയുന്ന പ്രോഗ്രാമുകൾക്കും അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് ആസ്വദിക്കുക. ഇതൊക്കെ അങ്ങ് ഒരു പ്രായം കഴിയുമ്പോൾ ഹൗസിംഗ് ലോണ്, കാർ ലോണ്, കുട്ടി, കുടുംബം ഇതൊക്കെ പറഞ്ഞ് നമ്മളങ്ങോട്ട് ഒരു 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 ബബിൾ അങ്ങ് ആയിപ്പോവും. ഇപ്പോൾ ഉള്ള ഈ സുഹൃത്തുക്കളും കാര്യങ്ങളും ഒരു തെണ്ടിയും കാണൂല. അത് വളരെയധികം റിയാലിറ്റിയാണ്. എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പറയാണ്. ആ തിരിച്ചറിവ് എന്തായാലും ഉണ്ടാവണം. കാരണം എൻ്റെ പഠനകാലം ഞാൻ ഈ പറയുന്ന ഞാൻ ഈ മനോരമയിലൊക്കെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. മദ്യപാനം തൊട്ട് ഉള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉണ്ടായിരുന്ന ഒരാളാണ്. അതൊക്കെ നിർത്തി ജീവിതത്തിലൊരു മാറ്റം വന്നുകൊണ്ട് തുടങ്ങിയത് ഒരു മകള് ജനിച്ചപ്പോഴാണ്. അപ്പോ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ നമ്മൾക്ക് ഉത്തരവാദിത്വം കൂടിപ്പോവും. അങ്ങനെ താങ്ക് യുടാ. എല്ലാം മറ്റേ ദൈവം തന്നെന്ന് പറയാൻ പറ്റില്ല. MS ധോണി പറഞ്ഞ പോലെ എല്ലാം ഹാർഡ് വർക്കാണ്. അങ്ങനെ ഒരു ഹാർഡ് വർക്കിന്റെ ഭാഗമായി എനിക്കൊരു മകളുണ്ടായി. ആ മകൾ ജീവിതം മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. നമ്മൾക്ക് ഉത്തരവാദിത്വം കൂടും. അതുകൊണ്ട് അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യേണ്ടത് പഠിക്കുക. ഈ അതത് സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്നെ പോലെ ആയിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നുകിൽ ശ്രീനിവാസനെ പോലെ ഒരു അച്ഛനുണ്ടാവണം, അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസനെ പോലത്തെ ഒരു ഏട്ടനുണ്ടാവും. ഇത് രണ്ടും നിനക്കില്ല. നീ മിണ്ടരുത്. നിന്റെ അച്ഛൻ ശ്രീനിവാസനും അല്ല, നിന്റെ ചേട്ടൻ വിനീത് ശ്രീനിവാസനും അല്ല. നീ മിണ്ടരുത്. നീ തെണ്ടിപ്പോവും. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അവര് നമ്മളെ നോക്കിക്കോളും. നീ ഒരു കോടീശ്വരനാണല്ലോടാ. നിനക്ക് എന്തുവാ? അവനെ കണ്ട് ആരും പഠിക്കരുത് കേട്ടോ. അവൻ എന്റെ അന്നത്തെ വേർഷനാണ്. അവൻ നിന്നിൽ ഞാൻ എന്നെ കാണുന്നു. എന്താടാ? അതുകൊണ്ട് അവനെ ആരും ഫോളോ ചെയ്യാതിരിക്കുക. ഓക്കെ? എന്തായാലും ഇവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. എന്താടാ ഇനിയും പറയാനോ? ഇനി എന്താ പറയാ? പാട്ടാ? ഇന്ന് തമിഴ് പാട്ടാ, മലയാളം പാട്ടാ? ഓഹോ നല്ലനോ. അയ്യോ എടാ, നല്ല സൗണ്ട് കാണുന്നിരിക്കുകയാണ്. ഏതാ പുതിയ മുഖം. എനിക്ക് ഭയങ്കര വായിപ്പിച്ച. ഞാൻ ചെറിയൊരു പാട്ട് പാടി നിർത്താം. ജ്ഞാപകോ? അതുപോലത്തെ പാട്ടൊന്നും ആർക്കും പാടാൻ പറ്റില്ലടാ. അല്ലടാ, വലിയ പാടാണ്. ഞാൻ അച്ഛൻ്റെ ഒരു പാട്ട് പാടി നിർത്താം. ചെറിയ 2 വരി. ഏതാ? ഏത് പാട്ടിന് പാടോ? ഇവൻ ചതിക്കും. ഉറപ്പാണ്? ഓക്കെ. നിങ്ങളുടെ ധൈര്യത്തിലാണ് ബോയ്സ് ഇൻ ദ ബാക്ക്. ഓക്കെ. വരാമൽ താരാമൽ മനമെന്തോ പോകുതേ. വരാമൽ താരാമൽ മനമെന്തോ പോകുതേ.
coordinators to come to the stage and take a photo with our chief guest.